അയാൾക്ക് 70 വയസ്സായി കാണും. കാലം ശരീരത്തിൽ വരച്ചിട്ട ചുളിവുകൾ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. കാഴ്ചയെ മങ്ങിക്കുന്ന കണ്ണടയും കേൾവിക്ക് വന്ന കുറവും അയാളെ ഓർമ്മിപ്പിച്ചു. തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിലാണെന്ന്. പക്ഷേ ഓർമ്മകൾക്ക് ഒരു മങ്ങലും സംഭവിച്ചിട്ടില്ല. നഗരത്തിലെ ഫ്ളാറ്റിന്റെ 25-ാം നിലയിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി അയാളിരുന്നു. കാഴ്ചയിൽ നിറയെ ഉയരമുള്ള കെട്ടിടങ്ങളും തിരക്കിട്ട റോഡുകളുമായിരുന്നു. ആ കാഴ്ച അയാളുടെ മനസ്സിന് ഒരു സന്തോഷവും നൽകിയില്ല. മുറ്റത്ത് പടർന്നു നിൽക്കുന്ന മാവും പ്ലാവും ഓർമ്മകളിൽ അയാളെ തഴുകി. എത്രയോ കാലം താൻ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു. ഓരോ ഇഷ്ടികയിലും ഓരോ മരച്ചീളുകളിലും അയാളുടെ വിയർപ്പും സ്വപ്നങ്ങളുമുണ്ടായിരുന്നു. നഗരത്തിലെ ഈ ഫ്ളാറ്റ് അയാളുടെ മക്കളായ മധുവും മായയും വലിയ നിലയിലെത്തിയതിന്റെ തെളിവായിരുന്നു. അവരെ പഠിപ്പിക്കാനും വലിയ നിലയിലെത്തിക്കാനും വേണ്ടി അയാൾ കഷ്ടപ്പെട്ടു. ആ കഷ്ടപ്പാടുകൾക്ക് ഫലം കണ്ടു. എന്നാൽ അയാൾക്ക് ആ കഷ്ടപ്പാടുകളാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ഇപ്പോൾ പഴയ വീട് ഓർമ്മകളിൽ ഒരു നദി പോലെ മനസ്സിലൂടെ ഒഴുകി നീങ്ങുന്നു. ആ വീടിന്റെ മണമുള്ള മണ്ണും കിണറ്റിലെ തണുത്ത വെള്ളവും അയാൾക്ക് നഗരത്തിലെ ഫ്ളാറ്റിൽ കിട്ടുന്നില്ല. അയാളുടെ പേര് രാഘവൻ. അയാളുടെ ഭാര്യ മീനാക്ഷി 2 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. അതിനുശേഷം രാഘവൻ കൂടുതൽ ഏകാഗിയായി. മക്കൾക്ക് അവരുടെ തിരക്കുകൾക്കിടയിൽ അച്ഛനെ ശ്രദ്ധിക്കാൻ സമയം കിട്ടാതെ വന്നു. രാഘവന്റെ കണ്ണുകൾ ജനലിലൂടെ താഴേക്ക് നോക്കി. വാഹനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി കുതിച്ചുപായുന്നു. ആളുകൾ തിരക്കിട്ട് നടക്കുന്നു. ആർക്കും ആരെയും നോക്കാൻ സമയമില്ല. തന്റെ ഗ്രാമത്തിലെ സന്ധ്യകൾ അയാൾ ഓർത്തു. അന്ന് ഓരോ വീടിന്റെയും മുറ്റത്ത് ആളുകൾ ഒത്തുകൂടി സംസാരിക്കും, ചിരിക്കും, തമാശ പറയും. ഇന്നിവിടെ അങ്ങനെയൊന്നുമില്ല. രാഘവൻ ജനലിൽ നിന്ന് കണ്ണെടുത്തു. മുറിയിലാകെ ഒരുതരം ശൂന്യത തളം കെട്ടിനിന്നു. ചുമരിലെ ഫോട്ടോയിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മീനാക്ഷിയെ അയാൾ നോക്കി. മീനാക്ഷിനിയുണ്ടായിരുന്നെങ്കിൽ അയാൾ അറിയാതെ പറഞ്ഞുപോയി. മീനാക്ഷിയുടെ മരണം രാഘവനെ വല്ലാതെ തളർത്തിയിരുന്നു. അവളുടെ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ ഒരാശ്വാസം നൽകി. മധുവും മായയും രാഘവനെ അവരുടെ കൂടെ താമസിപ്പിക്കാൻ നഗരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. എന്നാൽ രാഘവന്റെ മനസ്സ് അപ്പോഴും ഗ്രാമത്തിലായിരുന്നു. തന്റെ വീടുമുറ്റത്തെ മാവും കിണറ്റിലെ വെള്ളവും. അതായിരുന്നു അയാളുടെ ലോകം. ഈ ഫ്ളാറ്റിലെല്ലാം സൗകര്യങ്ങളുണ്ടായിരുന്നു. എങ്കിലും രാഘവന്റെ മനസ്സിന് സമാധാനമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ഭയം രാഘവനെ വേട്ടയാടുന്നു. ഓരോ തവണ മക്കളുടെ ഫോൺ വരുമ്പോഴും ഓരോ തവണ അവർ വീട്ടിലേക്ക് വരുമ്പോഴും അയാളുടെ ഹൃദയമിടിപ്പ് കൂടും. തന്റെ ജീവിതാവസാനം വരെ ഈ വീട്ടിൽ കഴിയണം എന്നതായിരുന്നു അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ ആ ആഗ്രഹം വെറും സ്വപ്നമായി അവസാനിക്കുമോ എന്ന് അയാൾക്ക് ഭയമുണ്ടായിരുന്നു. തന്റെ മക്കൾക്ക് ഈ വീടിനോടുള്ള വൈകാരിക ബന്ധം ഇല്ലെന്ന് അയാൾ മനസ്സിലാക്കി. അവർക്ക് ഇത് വെറുമൊരു കെട്ടിടം മാത്രമായിരുന്നു. ആ ചിന്ത അയാളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു ദിവസം മകൻ മധു പറഞ്ഞു, "അച്ഛാ, നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് മാറാം. അവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്." മകന്റെ വാക്കുകളിൽ സ്നേഹത്തിന്റെ നിറവ് കാണാൻ കഴിഞ്ഞു. എന്നാലപ്പോഴും ഒരു ഭയം മനസ്സിലുണ്ടായിരുന്നു. ഈ വീട് വിൽക്കുമോ? അവർ തന്നെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുമോ? ആ ചോദ്യങ്ങൾ രാഘവനെ കൂടുതൽ ദുഃഖിപ്പിച്ചു. രാഘവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. നഗരത്തിലെ തിരക്കിട്ട ജീവിതം അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്റെ വീട്, അയാൾ പിറുപിറുത്തു. ആ വീടിന്റെ ഓരോ മൂലയിലും മീനാക്ഷിയുടെ ഓർമ്മകളുണ്ടായിരുന്നു. അവൾ നട്ട മുല്ലവള്ളി, അവൾ ഉണ്ടാക്കിയ അടുക്കള, എല്ലാം രാഘവന്റെ മനസ്സിൽ നിറഞ്ഞു. ഈ ഫ്ളാറ്റിൽ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം മധുവും മായയും തമ്മിൽ സംസാരിക്കുന്നത് രാഘവൻ കേട്ടു. അച്ഛനെ അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹത്തിന് ഈ വീട് ഒരു വേദനയായി മാറരുത്, മധു പറഞ്ഞു. പക്ഷേ ആധാരം വിൽക്കുമ്പോൾ നമുക്ക് വല്ലാതെ വേദനിക്കും, മായ പറഞ്ഞു. രാഘവന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവർ തന്നെ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് അദ്ദേഹം ദുഃഖിച്ചു. മനസ്സില്ലാ മനസ്സോടെ അയാൾ ആ രേഖകളിൽ ഒപ്പിടാൻ സമ്മതിച്ചു. അച്ഛന്റെ കൈവിറച്ചപ്പോൾ മധുവും മായയും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഒരുതരം ഭയവും ദുഃഖവും കലർന്ന ഭാവം മിന്നിമറഞ്ഞു. അവർ രഹസ്യമായി കാര്യങ്ങൾ നീക്കുകയായിരുന്നു. അച്ഛനെ അറിയിക്കാതെ, അദ്ദേഹത്തിന് വേദന നൽകാതെ ഈ കാര്യങ്ങൾ നടത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ ഒരു നുണ എത്ര കാലം മറച്ചുവെക്കാൻ സാധിക്കും? അവരുടെ കൊച്ചുമകൻ മുത്തച്ഛന്റെ വിഷമം കണ്ടിട്ട്, "മുത്തച്ഛാ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം" എന്നു പറഞ്ഞു. ആ വാക്കുകൾ അവരുടെ കാതുകളിൽ ഒരു ചെറിയ കല്ലുപോലെ പതിഞ്ഞു. മധുവും മായയും അവരുടെ അച്ഛനെ ഒരുപാട് സ്നേഹിച്ചു. അദ്ദേഹത്തിന് വേദന നൽകാതെ കാര്യങ്ങൾ നടത്താൻ അവർ ശ്രമിച്ചു. എന്നാൽ അവരുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവർക്ക് ഈ വീട് ഒരുപാടിഷ്ടമായിരുന്നു. പക്ഷേ അച്ഛന്റെ സൗകര്യങ്ങൾക്കു വേണ്ടിയാണ് അവർ ഈ തീരുമാനമെടുത്തത്.
മധുവും മായയും ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും വന്നപ്പോൾ പതിവില്ലാത്തൊരു മൗനം അവരെ പൊതിഞ്ഞിരുന്നു. അച്ഛന്റെ അടുത്ത് വരുമ്പോൾ എപ്പോഴും ചിരിച്ച മുഖവുമായി വരുന്ന അവർ ഇന്ന് തല കുനിച്ചാണ് വന്നത്. അവരുടെ കൈയിൽ ഒരു ഫയലുണ്ടായിരുന്നു. പഴയ വീട് വിൽക്കുന്നതിനെക്കുറിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നത് താൻ കേട്ടത് രാഘവൻ ഓർത്തു. ആ ഭയം വീണ്ടും അയാളുടെ മനസ്സിൽ നിറഞ്ഞു. അച്ഛാ, ഇത് ബാങ്കിൽ നിന്ന് വന്നതാണ്. പുതിയ വീട് വാങ്ങുന്നതിനുള്ള രേഖകളാണ്. ഇതിലൊപ്പിടണം, മകൻ മധു പറഞ്ഞു. അവന്റെ ശബ്ദം വിറച്ചിരുന്നു. മധു ഒന്നും പറയാതെ തലകുനിച്ചു. മായയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അച്ഛാ, നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം. അവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളുമുണ്ടാകും. മായ അയാളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ വാക്കുകൾക്ക് ബലമില്ലായിരുന്നു. രാഘവൻ ഒരു നിമിഷം കണ്ണുകളടച്ച് ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. തന്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടതാണ്. പാടത്ത് കൊയ്ത നെല്ല് വിറ്റ്പുഴയിൽ മീൻപിടിച്ച് കൂലിപ്പണിക്ക് പോയി. ഓരോ രൂപയും അയാൾ സൂക്ഷിച്ചുവെച്ചു. ഈ വീടിന്റെ ഓരോ ഇഷ്ടികയിലും തന്റെ വിയർപ്പുണ്ടെന്ന് അയാൾക്കറിയാമായിരുന്നു. ഇന്ന് ആ കഷ്ടപ്പാടുകളൊക്കെ മറന്ന് അവർ തന്നെ ഉപേക്ഷിക്കാൻ പോകുകയാണെന്ന് അയാൾക്ക് തോന്നി. ആ വേദന സഹിക്കാനാവാതെ അയാൾ വിറച്ച കൈകളോടെ പേപ്പറിൽ ഒപ്പിട്ടു. അയാളുടെ പേനയുടെ മുന വിറച്ചു. ഒപ്പിടുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ പേപ്പറിലേക്ക് വീണു. അച്ഛന്റെ വേദന കണ്ടപ്പോൾ മധുവിനും മായയ്ക്കും അത് സഹിക്കാനായില്ല. അവരുടെ കണ്ണുകളും നിറഞ്ഞു. അവർ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അച്ഛാ, ഞങ്ങൾ നിങ്ങളെ ഉപേക്ഷിക്കില്ല. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, അവർ പറഞ്ഞു. അവരുടെ കൊച്ചുമകൻ അപ്പു മുത്തച്ഛന്റെ വിഷമം കണ്ടിട്ട്, മുത്തച്ഛാ, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ആ വാക്കുകൾ മധുവിന്റെയും മായയുടെയും മനസ്സിൽ ഒരു തീവ്രമായ വേദനയുണ്ടാക്കി. മധുവും മായയും രഹസ്യമായി കാര്യങ്ങൾ നീക്കുന്നുണ്ടായിരുന്നെങ്കിലും അവരുടെ ഓരോ ചലനവും നാട്ടുകാർക്കിടയിൽ ചർച്ചയായിരുന്നു. സാധാരണയായി നഗരത്തിൽ നിന്ന് വരുമ്പോൾ നിറയെ സമ്മാനങ്ങളുമായി വരാറുള്ള മക്കൾ ഇത്തവണ വന്നത് ഒരുതരം ഗൗരവത്തോടെയായിരുന്നു. അവരുടെ കയ്യിലെ ഫയലുകളും ഇടയ്ക്കിടെ അവർ ബാങ്കിൽ പോകുന്നതും നാട്ടുകാരുടെ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകി. കണ്ടില്ലേ, മക്കളെ വളർത്തി വലുതാക്കിയിട്ട് എന്തുണ്ടായി? അവസാനം അച്ഛനെ വൃദ്ധസദനത്തിലാക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു, അയൽക്കാരൻ വേണു ഒരു ചായക്കടയിലിരുന്നു പറഞ്ഞു. പാവം രാഘവൻ, അദ്ദേഹത്തിന് ഈ വീട് ജീവനാണ്. ഈ മക്കൾക്ക് ഈ വീടിനോട് ഒരു ബന്ധവുമില്ല. ഈ അടക്കം പറച്ചിലുകൾ മധുവിന്റെയും മായയുടെയും കാതുകളിലെത്തി. ഒരു ദിവസം മധു കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെന്നപ്പോൾ കടക്കാരൻ പരിഹാസത്തോടെ പറഞ്ഞു, മോനെ, നിന്റെ അച്ഛൻ പാവമാണ്. നീ എന്താണ് ഈ ചെയ്യുന്നത്? അച്ഛനെ വൃദ്ധസദനത്തിലാക്കാൻ പോവുകയാണോ? മധുവിനൊരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവനൊന്നും പറയാതെ തലകുനിച്ച് തിരിഞ്ഞു നടന്നു. മായയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. രാവിലെ മുറ്റമടിക്കുമ്പോൾ അയൽക്കാരിയായ ഒരു സ്ത്രീ മായയെ കണ്ടപ്പോൾ പുച്ഛത്തോടെ ചോദിച്ചു, നിങ്ങൾ വലിയ നിലയിലെത്തിയിട്ടും അച്ഛനെ നോക്കുന്നില്ലല്ലോ. ഈ വീട് വിൽക്കുന്നത് എന്തിനാണ്? മായയുടെ മനസ്സ് വേദനിച്ചു. അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തെ നഗരത്തിലേക്ക് കൊണ്ടുപോകുന്നത്, മായ നുണ പറഞ്ഞു. അവളുടെ വാക്കുകൾക്ക് ബലമില്ലായിരുന്നു. എല്ലാ ദുരനുഭവങ്ങളും അവർ അച്ഛനെ അറിയിക്കാതെ രഹസ്യമാക്കി വെച്ചു. അച്ഛൻ വിഷമിക്കരുതെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യം അവരെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു ദിവസം ഭാസ്കരൻ അവരുടെ നീക്കങ്ങളിൽ സംശയം തോന്നി അവരെ രഹസ്യമായി പിന്തുടർന്നു. അവർ ഒരു വലിയ ബാങ്കിലേക്ക് കയറിപ്പോകുന്നത് അയാൾ കണ്ടു. അകത്ത് അവർ ഒരു മാനേജറുമായി സംസാരിക്കുന്നത് അയാൾ കണ്ടു. നിങ്ങൾക്ക് ഈ വീട് തിരികെ വാങ്ങാൻ സാധിക്കുമോ എന്ന് മാനേജർ ചോദിക്കുന്നത് ഭാസ്കരൻ കേട്ടു. വീട് വാങ്ങുന്നതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഭാസ്കരൻ അത്ഭുതപ്പെട്ടു. എന്നാൽ അത് രാഘവന്റെ വീട് തന്നെയാണോ എന്ന് അയാൾക്ക് സംശയമുണ്ടായിരുന്നു. മക്കൾക്ക് വീട് തിരികെ വാങ്ങാൻ സ്വന്തമായി പണമില്ലായിരുന്നു. എങ്ങനെ നമ്മൾക്ക് വീട് തിരികെ വാങ്ങാൻ സാധിക്കും? മായ വിഷമത്തോടെ ചോദിച്ചു. നമ്മുടെ അച്ഛൻ നമുക്കുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് സന്തോഷം നൽകേണ്ടത് നമ്മുടെ കടമയാണ്, മധു പറഞ്ഞു. അപ്പോൾ മധുവിന്റെ ഫോണിൽ ഒരു സന്ദേശം വന്നു. അത് രാഘവന്റെ സുഹൃത്ത് ഭാസ്കരന്റെ അടുത്തുനിന്ന് വന്നതാണ്. നിങ്ങൾ ബാങ്കിൽ പോയ കാര്യം ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ അച്ഛനുവേണ്ടി ഞാനൊരു ട്രസ്റ്റിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട് തിരികെ വാങ്ങാൻ സാധിക്കും. മധു അത്ഭുതത്തോടെ ആ സന്ദേശം വായിച്ചു. തങ്ങളുടെ അച്ഛനുവേണ്ടി ഇത്രയും വലിയൊരു കാര്യങ്ങൾ ചെയ്ത ഭാസ്കരനോട് മധുവിന് ഒരുപാട് ബഹുമാനം തോന്നി. ഒരു ദിവസം മക്കൾ അച്ഛനോട് യാത്രയ്ക്ക് തയ്യാറെടുക്കാൻ പറഞ്ഞു. നമ്മൾ എവിടെയാണ് പോകുന്നത്? രാഘവൻ വിഷമത്തോടെ ചോദിച്ചു. അടുത്ത നിമിഷം നാട്ടുകാരും അവിടെ എത്തി. അവർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലാകുകയും മക്കളോട് മാപ്പു പറയുകയും ചെയ്തു. രാഘവൻ താൻ മക്കളെ തെറ്റിദ്ധരിച്ചതിൽ ദുഃഖിച്ചു. ഒടുവിൽ രാഘവൻ തന്റെ മക്കളോടും പേരക്കുട്ടികളോടും ഒപ്പം
സന്തോഷത്തോടെ ആ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് പഴയ ഓർമ്മകൾ ഒരു പുഴ പോലെ മനസ്സിലൂടെ ഒഴുകിനീങ്ങാൻ തുടങ്ങി. തന്റെ മക്കളുടെ സ്നേഹവും അവരുടെ കഷ്ടപ്പാടുകളും അദ്ദേഹം തിരിച്ചറിഞ്ഞു. ആ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വീണ്ടും ജനിച്ചു.